ഹലോ എല്ലാ കൂട്ടുകാർക്കും ആൺകുട്ടി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ കോട്ടയത്ത് നിന്ന് പളനിയിലോട്ട് റോഡ് മാർഗം ഒരു യാത്രയാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടുന്ന് കാറിൽ എല്ലാം പാക്കൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പാലക്കാട് ടച്ച് ചെയ്താണ് പോകുന്നത്. കോട്ടയത്ത് നിന്ന് നേരെ നമ്മൾ പാലക്കാട് ചെന്നിട്ടാണ് പോകുന്നത്. കാരണം പാലക്കാട് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. സോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് അവരുമായിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാ നമ്മളിപ്പോൾ പോകുന്ന വഴിയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എറണാകുളം എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി. എയർപോർട്ട് റോഡിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലെയിനൊക്കെ വന്ന് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഓപ്പൺ ടെറസിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ചു. നല്ല ഒരു ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കാറിൽ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ പാലക്കാട് പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു ചുരത്തിൻ്റെ വ്യൂ ആണിപ്പോൾ കാണുന്നത്. നമ്മൾ ചുരത്തിലൂടെയാണ് നമ്മുടെ കാറിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലെ യാത്ര ആയതുകൊണ്ട് തന്നെ ചുരത്തിൻ്റെ അകത്ത് നിറച്ച് നല്ല ലൈറ്റ്സ് വെട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ചുരത്തിനകത്ത് കൂടി ഉണ്ടായിരുന്നത്. കുറച്ച് ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഉറക്കക്ഷീണമായിരുന്നു. ഉറക്കക്ഷീണം മാറുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വഴിയരികിൽ കാറ് നിർത്തിയിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് കാപ്പി കുടിക്കാം എന്ന് തീരുമാനിച്ച് എല്ലാവരും അവിടെ ഇറങ്ങി ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. ഉറക്കക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുന്നു. ഏകദേശം 12:30 മണിയോളം ആയപ്പോഴാണ് നമ്മൾ പാലക്കാട് എത്തുന്നത്. നമ്മൾ കോട്ടയത്ത് നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 6 മണി സമയമായപ്പോഴാണ്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് പതിയൊക്കെയാണ് ട്രാവൽ ചെയ്ത് നമ്മൾ വന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്ര സമയം എടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം ഇവിടുന്ന് എല്ലാവരുമായിട്ട് 2 കാറിലായിട്ടാണ് നമ്മൾ പളനിയിലോട്ട് യാത്ര തിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എല്ലാവരും കുളിച്ചു ഫ്രഷായി 2 കാറുകളിലായി പളനിയിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും അവിടുന്ന് തുടരുകയാണ്. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു മനോഹര യാത്രയായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ആളിയാർ ഡാം. അപ്പോൾ ആളിയാർ ഡാമിൻ്റെ മാത്രമായിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പിൻ ചെയ്യാം. അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ആളിയാർ ഡാമൊക്കെ കണ്ടു. വീണ്ടും അവിടുന്ന് പളനിയിലോട്ടുള്ള യാത്ര തിരിച്ചു. അതിപ്പം നമ്മൾ ഉള്ളത് പൊള്ളാച്ചി ഹൈവേയിലാണ്. മനോഹരമായ കാറ്റാടിപ്പാടമൊക്കെ ആസ്വദിച്ചു. നമ്മളവിടെ കുറച്ച് നേരം ഇറങ്ങി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. എല്ലാവരുടെ ക്ഷീണം ഒക്കെ ഒന്ന് മാറാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിനുശേഷം നമ്മൾ വീണ്ടും കാറിൽ കയറി യാത്ര തിരിച്ചു. വളരെ മനോഹരമായ റോഡും സൗകര്യങ്ങളായിരുന്നു കേട്ടോ. വളരെ മനോഹരമായ റോഡ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം യാത്ര ചെയ്തപ്പം ഉച്ചയായി. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടൽ തപ്പിച്ചെന്നപ്പോൾ നമുക്കൊരു ഹോട്ടൽ കണ്ടു. അവിടെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളിതാ പളനിയിൽ എത്തിച്ചേർന്നു. റൂം നമ്മൾ ബുക്ക് ചെയ്യാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം റൂം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്കുള്ള ടൈം ആയതുകൊണ്ട് റൂമൊക്കെ അങ്ങ് ദൂരെ സ്ഥലത്തായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമുക്ക് മലയുടെ അടുത്ത് തന്നെ അടിവാരത്ത് തന്നെ നമുക്ക് റൂം കിട്ടി. സോ എല്ലാവരും വേഗം തന്നെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ വീണ്ടും മല കയറാനായിട്ട് പോവുകയാണ്. യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായിട്ട് ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ അതിലും വഴി ഓടുന്നുണ്ട്. ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അതിലൂടെ ഒരുപാട് പേര് അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് തങ്കത്തേര് ഇറക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോവുകയായിരുന്നു. നമുക്ക് മലയുടെ മുകളിലോട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അത് സൂക്ഷിക്കുന്നതിനായിട്ട് അവിടെ സെപ്പറേറ്റ് കൗണ്ടറും കാര്യങ്ങളും ഉണ്ട്. അവിടെ നമുക്ക് മൊബൈൽ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ രാത്രി മലയൊക്കെ കയറി തിരിച്ച് റൂമിലൊക്കെ വന്നു. ഫോൺ അവിടെ വച്ചിട്ട് പോയതുകൊണ്ട് മലയുടെ വ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി വ്യൂസൊന്നും എടുത്തില്ല.
പിറ്റേ ദിവസം നമ്മൾ ഇടുമ്പമല കയറാനായിട്ട് പോയി. ഇത് ഇടുമ്പമലയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇടുമ്പമലയൊക്കെ പോയി തിരിച്ചു വരുന്നു. ഒരുപാട് കടകളുണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും, വളരെ വിലക്കുറവ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്.